എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മെയ് 11 തീയതിയിലെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കഴിഞ്ഞ ദിവസത്തെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മുഴുവൻ മാർക്കും വാങ്ങാനായി ശ്രമിക്കുക. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം: തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി? ഉത്തരം സി ജോസഫ് വിജയ്. നമുക്കറിയാം 2026 വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ഫലം മെയ് 4 വരികയും പല സംസ്ഥാനത്തും മുഖ്യമന്ത്രിമാർ ചുമതലയേൽക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി തമിഴ്നാട്ടിൽ TVK നേതൃത്വത്തിലുള്ള സഖ്യത്തിൻ്റെ മുഖ്യമന്ത്രിയായ നടൻ വിജയാണ് തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റിരിക്കുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ പുതിയ മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്. അടുത്ത ചോദ്യം: പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രി? ഉത്തരം സുവേന്ദു അധികാരി. സുവേന്ദു അധികാരിയാണ് പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത്. ആദ്യത്തെ BJP മുഖ്യമന്ത്രിയാണ്. പശ്ചിമ ബംഗാളിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് സുവേന്ദു അധികാരി. മമതാ ബാനർജിക്ക് ശേഷം പശ്ചിമ ബംഗാളിലെ പുതിയ മുഖ്യമന്ത്രിയായിരിക്കുന്നത് സുവേന്ദു അധികാരി. അടുത്ത ചോദ്യം: പാക് കടലെടുക്ക് നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി? ഉത്തരം ഇഷാങ്ക് സിംഗ്. നമുക്കറിയാം, പാക് കടലെടുക്ക് എന്ന് പറയുന്നത് ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ള കടലെടുക്കാണ്. പേര് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. ഇന്ത്യ ശ്രീലങ്കയെ വേർതിരിക്കുന്ന കടലെടുക്കാണ് പാക് കടലെടുക്ക്. ആ പാക് കടലെടുക്ക് നീന്തിക്കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇഷാങ്ക് സിംഗ്. അടുത്ത ചോദ്യം: USA, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക ഗാനം? ഡായ് ഡായ്. 2026 ജൂൺ 11 മുതൽ ജൂലൈ 19 വരെയാണ് ഈ 3 രാജ്യങ്ങൾ, USA, മെക്സിക്കോ, കാനഡ, 3 രാജ്യങ്ങളിലായി ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത്. അതിൻ്റെ ഔദ്യോഗിക ഗാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഡായ് ഡായ് എന്ന ഗാനം. അത് ആലപിച്ചിരിക്കുന്നത് ഷക്കീറ. അടുത്ത ചോദ്യം: കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും അടുത്തിടെ രാജിവെച്ചത്? ഉത്തരം K സച്ചിദാനന്ദൻ. നമ്മൾ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളിൽ പഠിച്ചിട്ടുള്ളതാണ്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണെന്ന്. K സച്ചിദാനന്ദനായിരുന്നു ഇതുവരെ കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്. അദ്ദേഹം ആ സ്ഥാനത്തു നിന്നും രാജിവെച്ചിരിക്കുകയാണ്. അടുത്ത ചോദ്യം: തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനായി പൂർണ്ണമായ മേൽവിലാസത്തിനു പകരം UPI IDക്ക് സമാനമായ ഡിജിറ്റൽ വിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതി? ഉത്തരം ധ്രുവ. തപാൽ ഉരുപ്പടികൾ അയക്കുന്നതിനായി പൂർണ്ണമായ മേൽവിലാസത്തിന് പകരം UPI IDക്ക് സമാനമായ ഡിജിറ്റൽ വിലാസം ഉപയോഗിക്കാൻ തപാൽ വകുപ്പ് ആവിഷ്കരിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് ധ്രുവ. അടുത്ത ചോദ്യം: കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പോർട്ടലാണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ. കേന്ദ്ര ആരോഗ്യമന്ത്രിയായ JP നദ്ദയാണ് ഈ പോർട്ടൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള വിവിധ ആരോഗ്യ പദ്ധതികളെയും ഡിജിറ്റൽ ആപ്ലിക്കേഷനുകളെയും ഒറ്റ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചുകൊണ്ട് അടുത്തിടെ പുറത്തിറക്കിയ പുതിയ പോർട്ടലിൻ്റെ പേരാണ് സ്വസ്ഥ് ഭാരത് പോർട്ടൽ. ഇത്രയുമാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ. കൂടുതൽ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളുമായി നമുക്ക് എല്ലാ ദിവസവും കാണാവുന്നതാണ്. എല്ലാവരും കൃത്യമായി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും നാം നൽകുന്ന വീഡിയോ കൃത്യമായി പഠിച്ച് എല്ലാ ദിവസവും അത് കൃത്യമായി ഫോളോ ചെയ്ത് പുതുതായി വരുന്ന കാര്യങ്ങൾ കൃത്യമായി പഠിച്ച് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മുഴുവൻ മാർക്ക് വാങ്ങാനായി ശ്രമിക്കുക. വളരെ കുറച്ചുള്ള ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്തായാലും കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള മാർക്കിനായി ഉപകാരപ്പെടുമെന്ന് വിശ്വാസത്തോടെ എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.